ദുബാമുഖത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ. അവിടെ പോയപ്പോ ഒക്കെ മറന്നു. ബാങ്കിലെ കടം മറന്നു, നാട് മറന്നു, പാർട്ടീനെ സഖാക്കളെ ഒക്കെ മറന്നു. ദുബായിലിപ്പോ കാശും പൊന്നും വാരിക്കൂട്ടുന്ന തിരക്കില്ലല്ലേ? ഒരു സ്ട്രോങ് സുലൈമാനി. അതങ്ങോട്ട് വേഗം എടുത്തു കൊടുക്ക്. മുകുന്ദ, നീ എന്താ ഇവിടെ? അബ്ബാസോ, എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി. ഇവിടെയോ? അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ? ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ. അയാൾ പിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവാണ്, 5-6 മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസിനോട് പറഞ്ഞത്. ജെയിംസ് അല്ല അയാളോട് സംസാരിച്ചത്. എനിക്ക് അറബി അറിയില്ലല്ലോ. നിന്റെ ആൾക്ക് ജോലി കൊടുത്തുന്നാണല്ലോ പിന്നീട് കണ്ടപ്പോ അറബി എന്നോട് പറഞ്ഞത്. अस्सलामुअलैकुम बोस, अना अब्बास देरा, कैफ हालक? इंत आते शुगिल अदात यौम शादिक माली हूँ मौजूद मिनाक? ओके ओके शुक्रन मां सलाम. എന്താ സംഭവം? ആ ജോലി ആണുങ്ങളും കൊണ്ടുപോയി. അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു ഇത്തിക്കണ്ണി, അവനിപ്പോ ആ കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫാ. ആര്, ജെയിംസോ? ചെമ്മന്നൂർ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുകുന്ദനെ ഓർക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു. നാട് കാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാശിയും തൻ്റെയൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക്? എന്താ നിനക്ക് പറ്റിയത്? സഖാവ് സൊസൈറ്റി ഗോപാലട്ടൻ കാശ് തിരിമറി നടത്തിയെന്ന ഒരു കഥയുണ്ടാവുക, ആ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങിട്ട് ബാധ്യതയും ഏറ്റെടുത്ത് ദുബായ്ക്ക് ഇങ്ങോട്ട് കയറിപ്പോരുക. ഗോപാലട്ടന് തെറ്റുപറ്റിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ട് സ്വന്തം മോനത് വിശ്വസിച്ചു. വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷെ തെളിവുകളൊക്കെ. തെളിവ് എന്നിട്ട് എന്തുണ്ടായി? നീ ഇരിക്കേണ്ട സ്ഥാനത്ത് കരണം കയറി MLA ആയി. എനിക്ക് MLA മന്ത്രിയൊന്നും ആവണ്ട. ഞാനും അച്ഛനും ഒന്നും പാർട്ടി പ്രവർത്തിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. പക്ഷേ അർഹതയില്ലാത്തവർ സ്ഥാനത്ത് വരുന്നത് തടയേണ്ടതും പാർട്ടിയോടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തകന്റെ കടമയാണ്. ഒരു ആരോപണം ഉണ്ടായാലുടനെ രാജിവെക്കാനും ലീവ് എടുത്തു മുങ്ങാനും നീ ആരാ? AK ആന്റണിയോ? ഇതിട്ടോ. എന്റെ ലൂസി, പിള്ളേരെ സ്കൂളിൽ അയച്ചേച്ച് നീ ആ വീട് പണി നടക്കുന്നിടത്തൊന്നും ചെന്നില്ലേ? കണ്ണ് തെറ്റിയാൽ അവന്മാർ ആ സിമെന്റും കമ്പിയും മറിച്ച് വിൽക്കും. ശരി ശരി, ഇതിലെ കാച്ചു തീർന്നു. ചിക്കൻ ഫ്രൈ ആൻഡ് ബിരിയാണി റെഡി. ഡെയിലി ചിക്കനോ? ഇത് ശരിയാവത്തില്ല. എനിക്ക് കൊളസ്ട്രോളാ, ഞാൻ ഇതിന് ഷെയർ തരിക. അതിന് ഇനി ഹാർട്ട് അറ്റാക്ക് വേണ്ട, ഇത് എന്റെ വകയാ. നാളെ എന്റെ മോളുടെ കല്യാണം. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം കഴിച്ചാലൊന്നും കൊളസ്ട്രോൾ കൂടത്തില്ല. ഷെയർ കൊടുക്കണ്ടെങ്കിൽ പിന്നെ ഡെയിലി കഴിച്ചാലും ഒരസുഖം വരത്തില്ല അല്ലേ ചേ? എന്തായാലും കോട്ട് നമ്പ്യാർക്ക് ചിക്കൻ കൊടുക്കണ്ട. വന്ന ആരാ ചെങ്ങയ്യ? അതെ, അബ്ബാസ് എന്റെ നാട്ടുകാരൻ തന്നെയാ. ഏത് കമ്പനിയിലാ ജോലി? കമ്പനിയിലൊന്നുമല്ല, മീൻ മാർക്കറ്റിലാ. ദുബായിലെ ഷാർജയില്ല? ദുബായ് തന്നെ. നിങ്ങള് രണ്ടാളും കൈക്കോളി. ഇന്ന് എന്താ കോള്? മോളുടെ കല്യാണം നാളെ. അതിന്റെ ഒരു സന്തോഷ. നിങ്ങൾ ഇരിക്കും, ഞാനൊരു പ്ലേറ്റ് കൂടെ എടുത്തിട്ട് വരാം. വാ, അകത്തിരിക്കാം. മോളുടെ കല്യാണമായിട്ട് നിങ്ങൾ നാട്ടിൽ പോവാത്ത എന്ത്? ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ എന്താക്കാനാ? നിക്കാഹിന് വേണ്ടത് പൊന്നും പണവാ, അതവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ നോക്കി നടത്താൻ ഓളം മാമന്മാരുണ്ട്. എന്റെ അനിയന്മാര് 3 പേരുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് കൊണ്ട് 3 പവൻ കൂടുതൽ വാങ്ങാൻ പറ്റും. എന്റെ ഒരു ആവശ്യമില്ല അവിടെ. പക്ഷേ ഇന്നലെ രാത്രി മോള് വിളിച്ചിട്ട്, ബാപ്പ നിങ്ങളെന്റെ കല്യാണത്തിന് വരൂലെന്ന് ചോദിച്ചിട്ട് ഒരേ കരച്ചില്. അപ്പൊ നമ്മള് കരഞ്ഞു പോയി. എന്നെ എടുക്കുമായിരുന്നു. ഒന്ന് കുളിച്ച് കഴിയണ്ടേ വർഗീസേ? ചെല്ലേ. Latest CD, new CD. Quick, quick, fast.哎，帮我呀，快快，也帮我！啊啊！我天哪！
ഞാൻ അങ്ങ് ഇത് 你这个蠢猪！你让我把工作和钱全丢了，现在让我怎么办？你别长眼睛，这么骑自行车。 Why police coming? I my 少说话！我所有的钱都在这包里面的，现在让我怎么办？喂赶紧离我远点 Why angry? I love China. ！You fool, fool！ 讓他休息半個小時，你讓我過到我去看一下別的病人。行了，我可以做的。他說的老先。好。 കുറച്ചു നേരം ഇങ്ങനെ കിടന്നാ മതി ഒക്കെ ശരിയായിക്കോളൂ. നിങ്ങൾ മലയാളിയാ? അതെ. ഗൾഫിൽ പകുതി നമ്മളെ ആൾക്കാരല്ലേ? എന്താ മോളുടെ പേര്? മായ. നാട്ടിൽ എവിടെയാ? കണ്ണൂരിനടുത്താ. ഞാൻ ചെമ്മണ്ണൂരാ. ആണോ? എന്റെ വീടും അതിനടുത്ത് തന്നെയാ. ചേർക്കരയിലെ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ബാലെന്ന് പറയുന്ന ആളറിയോ? പിന്നെ എന്റെ അച്ഛനാ. ആണോ? ആ. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ബാലമാഷല്ലേ? അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലും ഒക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. എന്താ കാര്യമേ മാർക്കറ്റിൽ നിന്റെ തലയിൽ ആരെങ്കിലും ബോംബിട്ടാ? ബോംബാ? ഇത് മിസൈലല്ലേ മിസൈല്. പച്ചക്കറിക്കും മീനിനൊക്കെ എന്താ വിലക്കയറ്റം. എങ്കിൽ യുദ്ധം കഴിയുന്നവരെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോയിക്കോളാം. വില കുറയൊന്നും എനിക്കൊന്ന് നോക്കണല്ലോ. മാമ നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി. നടു അനക്കരുത്. ഡിസ്ക് ഇവിടുത്തെ പർച്ചേസും മാനേജ്മെന്റും ഞാൻ നോക്കി നടത്തി കണക്ക് കൃത്യമായിട്ട് വൈകുന്നേരം റൂമിൽ എത്തിക്കുമല്ലോ. ഞാനിവിടെ ഉണ്ടായിട്ട് തന്നെ പെട്ടി കാശ് കാണുന്നില്ല. ഇന്ന് മുതൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ മൂന്നും കാശ് ഇരുന്നാ മതി. എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല. എങ്കിൽ ഇന്ന് മുതൽ അത് ശീലിക്കണം. എന്താ? ഇന്നലെ കേറി വന്ന ഏതോ ഒരുത്തൻ, അതും പടച്ചോനെ പേടിയില്ലാത്ത കാവറായ ഒരുത്തരത്തിനെ പണപ്പെട്ട് ഏൽപ്പിക്കണം. സ്വന്തം മോളിലെ പുയ്യാപ്പിള, അതും ഒന്നാം തരം കൗമ ഇവിടെ ഉണ്ടായിട്ടും ഒരു നിലം വരില്ല. കൗമും കാഫറും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് രണ്ടും അല്ലാത്തൊരു ജാതിയുണ്ട്, മുനാഫിക്ക്. കപട വിശ്വാസി എന്ന് മലയാളത്തിൽ പറയും. മുകുന്നതിന് ഒരു ദൈവത്തിലും വിശ്വാസമില്ല. പക്ഷെ പടച്ചോനെ നിരക്കാത്തതൊന്നും ഓൻ ചെയ്യാറില്ല. മുകുന്ന ഇവിടെ വന്നിരിക്കെ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം. വാന്ന് ഇവിടെ ഇരിക്കേന്ന് അവിടെ ഇരി. ഞാനിപ്പോ വരാം.